അവനൊരു മണകുണാഞ്ചൻ. നിന്റെ പിന്നെ പൈസ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമില്ല. ആദ്യത്തെ വൈഫിന് അതില്ലാത്തോണ്ടാവും അവിടെ വിഷയങ്ങളായ സ്വാഭാവികം. അഭിനയിക്കുകയാണെന്ന് പറയത്തേ ഇല്ല. ഭയങ്കര ഒറിജിനാലിറ്റി അല്ലേ? ഇനിയിപ്പോൾ പറയാൻ അവർക്ക് ഗ്ലാം മേക്കിങ് ഇഷ്ടമല്ലേ. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു പേരാണ് ഗ്ലാമി ഗംഗ. പുള്ളിക്കാരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇനി പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ ഈ പുള്ളിക്കാരത്തിയുടെ കുറച്ച് വീഡിയോസ് കണ്ട് കുറേ യൂട്യൂബേഴ്സ് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ബെഡ്ഷീറ്റ് നേരെ വിരിച്ചിട്ടില്ല, ഭർത്താവിൻ്റെ അമ്മ ഗംഗയെ കണ്ടപ്പോഴത്തേക്ക് ചിരിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് കുറേ ആൾക്കാരുടെ കമൻസും കുറേ ആൾക്കാർ അതിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഇവരുടെ കല്യാണ ആലോചനയൊക്കെ തുടങ്ങിയ സമയത്തെ പ്രശ്നങ്ങളാണ്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പയ്യൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവൻ അതിനകത്തൊരു കുട്ടിയുണ്ട്, അപ്പോൾ അവൻ്റെ ഭാര്യയെ രംഗത്ത് കൊണ്ടുവരണം, അപ്പം ആ പയ്യൻ തരികിടയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ അൺനെസസറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ആ പയ്യൻ എങ്ങനെയാണോ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പെൺകുട്ടി അവനെ സ്വീകരിച്ചത് അല്ലേ. പിന്നെയും ഭാര്യയുണ്ട് കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുത്തി പറയേണ്ട ആവശ്യം അവിടെ ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. ശരിക്കും നിങ്ങൾ പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഗംഗയുടെ വീഡിയോ തന്നെ ഉണ്ട്. പുള്ളിക്കാരത്തി ലാസ്റ്റ് ഇട്ട ഒരു വ്ളോഗുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് എന്നും പറഞ്ഞിട്ട്. ഹസ്ബൻഡിന്റെ വീട്ടിലങ്ങാണ്ട് ചെന്നപ്പോൾ എടുത്തതാണ്. അതിനകത്ത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ, ഈ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ദിലീപിന്റെ മൂവി. അതിനകത്ത് ചിഞ്ചു റാണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ഗംഗ റിയൽ ലൈഫിൽ കാണിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഉറക്കം എണ്ണീക്കുന്നത് വരെ ക്യാമറ ഓൺ ആക്കിയിട്ട് അങ്ങ് അഭിനയിക്കുവാണ്. എന്നിട്ട് അനാവശ്യമായിട്ട് കിടന്നങ്ങ് കൊഞ്ചി സംസാരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര പ്രഹസനമായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത്. ബാക്കിയൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. എന്തായാലും പുള്ളിക്കാരത്തിയുടെ വീഡിയോ നമുക്ക് കാണാം. അഭിനയിക്കുകയാണെന്ന് പറയത്തേ ഇല്ല. ഭയങ്കര ഒറിജിനാലിറ്റി അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതും കണ്ട് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് നോക്കിയാൽ മതി. ഈ വ്ളോഗിനോട് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ. അതായത് ഫാമിലി വ്ളോഗ് മാത്രമേ കാണത്തുള്ളൂ, അവർ പറയുന്നതും അവർ കാണിക്കുന്നതുമാണ് ശരിക്കുള്ള ജീവിതം എന്നും പറഞ്ഞ് ഫോളോ അപ്പ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു കേസ്. അവരുടെ വിഷയം എന്തുമാത്രം കോൺട്രവേഴ്സി ആയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് അവരുടെ വിഷയം കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവരുടെ കേസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കണ്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുന്നതായി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ എന്തിനാണ് വന്നിരുന്നത് അഭിനയിക്കുന്നത്? എല്ലാ കാര്യങ്ങളും എടുത്ത് അങ്ങ് പബ്ലിക്കിന്റെ മുന്നിലിടും. സ്വന്തം ജീവിതം ഇങ്ങനെ അങ്ങ് തുറന്ന് കാണിക്കും ഒരു പുസ്തകം പോലെ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് കരയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വ്ളോഗുകൾ ഇടുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും വിമർശനങ്ങൾ വരും. ആ വിമർശനങ്ങൾ താങ്ങാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആ കഴിവില്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കരുത്. എത്രയേ പറയാനുള്ളൂ. എന്തായാലും വീഡിയോസ് ഒന്നും തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചിയുണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്കറിയാം നിന്നെ ഗംഗ ഒന്നും ചെയ്യില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വരുന്നില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലമായതുകൊണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോണത്. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇപ്പൊ ഒരുവിധം ഗുളിയെ കഴിച്ചപ്പം വേദന കുറവുണ്ട്. സംഭവം കേട്ടല്ലോ. അതായത് പുള്ളിക്കാരത്തേക്ക് ബേസിക്കലി വലുതായിട്ട് കുക്ക് ചെയ്യാനോ എടുക്കാനോ ഒന്നും അറിയത്തില്ല, ചേച്ചിയാണ് വെച്ചത്, അതായത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം പറഞ്ഞതിന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ താഴെ. ആ കമന്റ് ഞാൻ വായിക്കാം. ഒന്നും ചെയ്യാൻ അറിയില്ല എങ്കിൽ ചെയ്യുന്നവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ആക്കിയാലും മതി, അത് അവർക്ക് സന്തോഷമാവും. ശീലമില്ലാത്ത കാര്യങ്ങൾ ശീലിക്കണം. അലാറം വെച്ച് എണ്ണീച്ചിട്ടില്ലേലും കൂടെ കൂടുന്നത് ഒരു രസമാവും. ചിലർക്ക് എല്ലാ പണിയും ചെയ്തില്ലേലും കൂടെ കൂടിയാൽ മതി. ഓക്കെ, അതായത് ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും കൂടെ ഒന്ന് ഹെൽപ്പ് എന്നും പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് ചെന്ന് നിന്നാലും മതി. അതൊക്കെയാണ് സാധാരണ ഒരു സ്ത്രീകൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അഫ്കോഴ്സ് ഞാൻ അതിനകത്ത് തെറ്റു പറയത്തില്ല ഈ ഒരു കമന്റിനകത്ത്. അതിപ്പം ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിലോട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. അത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എടുത്തിട്ടില്ല,
എന്നും പറഞ്ഞിട്ടിരിക്കുന്നതിനകത്തോട്ട് യാതൊരു പ്രസക്തിയില്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഗംഗ എപ്പോഴും പറയുന്നതൊക്കെ ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വായ്ത്താളം അടിച്ചുകൊണ്ട് നടക്കുന്ന പുള്ളിക്കാരത്തിയാണ്. എൻ്റെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ വേറെ കുടുംബത്തിലോട്ട് പോകുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ലേ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. കാര്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ആൾക്കാരും ഇങ്ങനെ തന്നെ സംസാരിക്കത്തുള്ളൂ. ഇനി തീർന്നിട്ടില്ല, അടുത്തതോടെ കഴിവില്ലാത്തോണ്ടായിരിക്കും. ഞാൻ വളരെ റീസെന്റ് ആയിട്ട് ഇത് എടുത്തു വെച്ചിട്ട് കുറെ ദിവസമായി വീഡിയോ എടുത്തു വെച്ചിട്ട് നമ്മള് അപ്പൂന്റെ വീട്ടിൽ കയറണേണ്ട അന്ന് ഇവിടെ അതുകൊണ്ടാണ് ബെഡ്ഷീറ്റ് വിരിച്ചില്ല. സീരിയസ്ലി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, ഞാൻ വന്നപ്പോൾ അപ്പു മുണ്ടും പൊയ്ക്കൊണ്ട് നിന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ പരാതികൾ. സോ പരാതികൾ മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കുഴിത്തുരുമ്പോൾ ആൾക്കാർ മാത്രം പറഞ്ഞത്, വേറൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടേക്കുന്നത് എത്ര മില്യൺ കണക്കിന് ആൾക്കാരൊക്കെയാണ് ഈ വീഡിയോസ് കാണുന്നത്. അതായത് അങ്ങ് കുത്തിയിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് നിന്നൊക്കെ എന്ത് ആനന്ദമാണ് കിട്ടുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കമന്റ് ഇടാനുള്ള അവകാശമില്ലേ? സ്വന്തം ജീവിതം പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല, ഉള്ള കാര്യങ്ങൾ പറയാനല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഈ ഒരു വ്ളോഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വെക്കണം. ആ ബെഡ്റൂമിലോട്ടൊക്കെ കയറുന്ന സീൻസൊക്കെ പിന്നെ കാണിക്കാനായിട്ട് നിൽക്കില്ല, കട്ട് ചെയ്തങ്ങ് കളയണം. അയ്യോ ഇതൊരു ചോദ്യം വരുമല്ലോ എന്നുള്ള രീതിയിൽ. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഇത്രയും നാള് ഗംഗയെ സപ്പോർട്ട് ചെയ്തവർ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ആ സബ്സ്ക്രൈബേഴ്സിൽ പെട്ട ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. കാര്യം എനിക്കൊന്നും ഇവരുടെ വീഡിയോസ് ഒന്നും റെക്കമെൻഡേഷൻ വരാറില്ല. ബിക്കോസ് നമ്മൾ ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ ഫോളോ ചെയ്യാത്തതുകൊണ്ട് വരാറില്ല. അതിപ്പം എനിക്ക് മാത്രമല്ല, എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം എന്താ, ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറില്ല. അപ്പം ഗംഗയെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ വീഡിയോ കണ്ടിട്ടുള്ളതും അങ്ങനെയുള്ള കമന്റ് ഇട്ടതും. അപ്പൊ ഈ കമന്റ് ഇട്ട ആൾക്കാർ കുഴിത്തുരുമ്പാണ്, അവർക്ക് അവർ മനസ്സിൽ വിഷമാണ് എന്നൊക്കെയുള്ള രീതിയിൽ വന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പുന് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പുന് നമ്മളെ കല്യാണം 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അപ്പൂട്ടെ 18-ന് രാവിലെയാണ് വെളിയിൽ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഈ റൂമിൽ ആരെയും കയറ്റിയിരുന്ന് ചെയ്ത്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ അച്ഛൻ, അമ്മ, ചേച്ചി. ചിക്കൻ ബോക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ 41-40 ദിവസം കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാൻ വയ്യ, തെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കുഞ്ഞ് എല്ലാവരും പറഞ്ഞു ഒരാളും ചിക്കൻ ബോക്സ് ആയിട്ട് വന്ന് കിടക്കായത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേണമെന്ന് ഞാൻ പറഞ്ഞു ഒരാളെ റൂമിൽ കയറ്റേണ്ട. പോലെ മൂടി കിടന്ന ബെഡ്ഷീറ്റും ബെഡും എടുത്ത്, ഈ ബെഡും അല്ല വേറൊരു ബെഡിലാണ് കിടന്നത്, വേറൊരു ബെഡിലാണ് കിടന്നത്. അപ്പം ആ ബെഡ് ആയതുകൊണ്ട് അതെല്ലാം എടുത്ത് വെളിയിട്ടിട്ട് വെയിലത്തോ ബെഡ്ഷീറ്റ് കഴുകിയിട്ടിട്ട് ഇനി വന്നതെല്ലാം ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം? ജഡ്ജ് ചെയ്തുകൂടെ? സ്വാഭാവികമായിട്ടും ജഡ്ജ് ചെയ്യും. അതിന് നിങ്ങൾ ആൻസർ കൊടുക്കണം. അതിന് ഇത്രയും നിങ്ങൾ കിടന്ന് മടിക്കേണ്ടയും കരയേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗംഗയുടെ കേസ് മാത്രമല്ല, ഈ ഫാമിലി വ്ളോഗേഴ്സിന് എല്ലാവരുള്ള പ്രശ്നമാണ്. ഈ പ്രവീൺ പ്രണവിന്റെ കേസ് നമുക്ക് എടുക്കാം. ഈ അച്ഛനും അമ്മയും കൊച്ചിനെ കാണാൻ വന്നിട്ടില്ലെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അവിടെ നിന്നാണ് തുടങ്ങിയത്. അതായത് കമന്റിലൂടെയാണ് തുടങ്ങിയത്. അപ്പം ഈ കമന്റ് ഇട്ട ആൾക്കാർക്ക് മറുപടി കൊടുക്കാനായിട്ട് വന്നു തുടങ്ങി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക്കിനിടയിലായി. അവസാനം അവരിപ്പം രണ്ട് വഴിക്കായി. അതേപോലെ തന്നെ ഈ അന്നേ നമ്മളെല്ലാവരും പറഞ്ഞതാണ്, പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തുറന്ന് കാണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചുമ്മാ അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. എന്തായാലും തീർന്നിട്ടില്ല, ഇനിയും വീഡിയോസുകളുണ്ട്. വളരെ മിനിമലായിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ പറയാൻ അവർക്ക് ഗ്ലാം മേക്കിങ് ഇഷ്ടമല്ലേ വേണ്ട കൈസ്. എന്നെ ആരും സ്നേഹിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. സ്നേഹിക്കണതല്ല പറയാണ്, എല്ലാരെയും നല്ല പറയാണ്, കുറച്ച് ആൾക്കാരാണ് ഇച്ചിരി. ഇത് സംഭവം എന്താണെന്നറിയോ? ഈ അമ്മ ചിരിച്ചില്ല എന്ന് പറയുന്നൊരു കേസില്ലേ? അപ്പം ഈ പുള്ളിക്കകത്ത് അതിനെ കളിയാക്കിക്കൊണ്ട് പറയുക, എനിക്ക് ഗ്ലാം മേക്കിംഗ് ഇഷ്ടമല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും, മറ്റേതായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വേണം നമ്മൾ കുറ്റം പറയാനായിട്ട്. നിങ്ങൾ നിങ്ങളുടെ സമയവും കാര്യങ്ങളും ഒക്കെ വേസ്റ്റ് ചെയ്തിട്ടാണ് ഇവരുടെയൊക്കെ വീഡിയോസ് പോയിരുന്ന് കാണുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം നിങ്ങൾ കൊടുക്കുന്ന യാതൊരുവിധ സ്നേഹവും ആത്മാർത്ഥതയൊന്നും ഇവർ തിരിച്ചു തരുമോ നിങ്ങൾ നോക്കണ്ട. മനസ്സിലായ? നേരെ മറിച്ച് തിരിച്ച് കളിയാക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് മേ ബി ഈ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞ, അയ്യോ ഗംഗയെ കണ്ടിട്ട് അവർ ചിരിച്ചില്ലല്ലോ, അതുകൊണ്ട് എന്താ അങ്ങനെ കാണിക്കുന്നത് എന്ന്. അതായത് ഈ പണ്ട് ഈ സീരിയലൊക്കെ കണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സീരിയലിൻ്റെ ഓരോ സീനൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവരൊക്കെ കൂടെ അങ്ങ് കരയുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഫാമിലി വ്ളോഗേഴ്സ് ഇപ്പം കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും നേരെ യൂട്യൂബിലോട്ട് വന്നിരിക്കുകയാണ്. മനസ്സിലായ? അപ്പോൾ അവരൊക്കെ മേ ബി ഉള്ളിലുള്ളൊരു സ്നേഹം കൊണ്ട് ചോദിച്ച സാധനങ്ങളായിരിക്കും. അതിനിങ്ങനെ കളിയാക്കി മറുപടി ഒന്നും കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. 0.5 ഇങ്ങനെ ഇരുന്നിട്ട് എന്ന് പറയുന്ന ആൾക്കാരില്ലേ? എന്താ നമ്മുടെ ഹൽദി ഉണ്ട്, പിന്നെ എന്തൊരു ഗുലാബിയാ
ഗുലാബി അങ്ങനെ എന്തെണ്ണം കണ്ട്. പിന്നെ ഒന്നിലും എനിക്ക് ഭയങ്കര കർവൊക്കെ വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നാടാ അത് എൻ്റെ മാതിരി കണ്ടതും കടിയതൊക്കെ തിന്നിടക്കണം, എനിക്ക് ഇത്രയും കർവ് ഷേപ്പൊക്കെ വെച്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമുക്ക് നാളെ രാവിലെ എണീക്കണം. എളുപ്പം കിടക്കുന്നു അതോ എഡിറ്റൊക്കെ ചെയ്തിട്ട് വരുന്നുള്ള? എഡിറ്റ് ചെയ്യാനുണ്ട്, ഇയാൾ ഇനി എഡിറ്റ്, കാരണം ഇയാൾ രാവിലെ ഞങ്ങൾ രാവിലെ തുടങ്ങാമെന്ന് വെച്ചാൽ ഇയാൾ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് ഉച്ച വരെ പോയി. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്തതാ റെഡ് ബുള്ളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, എഡിറ്റ് ചെയ്ത് തീർക്കാതെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തായാലും ഉറങ്ങും, ബിക്കോസ് എനിക്ക് ഇറങ്ങണം, എങ്കിലും എനിക്ക് രാവിലെ എനിക്ക് മേക്കപ്പ്. എന്തിനാണ് ഇങ്ങനെ കിടന്ന് കൊഞ്ചി കിടന്നങ്ങ് അഭിനയിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പം ക്യൂട്ട്നെസ് വാരി വിതറുമായിരിക്കും. കുറച്ച് ഓഡിയൻസൊക്കെ എന്താ പറയണ്ട, കൂടുതൽ വരട്ടെ എന്ന് മേ ബി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. സ്വന്തമായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കിടന്ന് അങ്ങ് എന്തുവാ പറയണ്ടേ, അങ്ങ് വീർപ്പിക്കുന്ന രീതി എങ്കിലിരുന്ന് ഈ സാധനമൊക്കെ ഇരുന്ന് കാണിക്കാതിരിക്കും. ഇതിൽ കൂടുതലൊന്നും എനിക്കൊന്നും പറയാനില്ല. ഇതിൻ്റെ താഴെ വന്നേക്കുന്ന 1-2 കമൻസ് ഞാൻ വായിച്ചു തരാം. അവനൊരു മണകുണാഞ്ചൻ, നിൻ്റെ പിന്നെ പൈസ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമില്ല. ആദ്യത്തെ വൈഫിന് അതില്ലാത്തതുകൊണ്ടാവും അവിടെ വിഷയങ്ങളായ സ്വാഭാവികം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊന്നും കമൻറ്റ് ഇടേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കാര്യം ആ പയ്യനെ അങ്ങ് എന്തോ പറയണ്ടേ, അവനെ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള രീതിയിലോട്ടൊക്കെയാണ് ആൾക്കാർ ചിത്രീകരിക്കുന്നത്. അനാവശ്യമായിട്ട് അവൻ്റെ വൈഫിനെ പിടിച്ചിടുന്നു. എന്തിനാണ് അവൻ്റെ വൈഫിനെയൊക്കെ പിടിച്ചിടുന്നത്? അതിൻ്റെ കാര്യം എന്താ? കാര്യം അവർ സെപ്പറേറ്റഡ് ആയി, അവരിപ്പം ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കുന്നത്. അൺടിൽ അവർക്കൊരു ഇഷ്യൂ ഇല്ലാതെ അവർ വരാത്തിടത്തോളം കാലം വെറുതെ നമ്മൾ അവരെ പിടിച്ചിട്ടിട്ട് എന്തിനാണ് ഇവരുടെയും കൂടെ ലൈഫ് കുളമാക്കുന്നത്? ഇവർ ഈ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളിലെയൊക്കെ നമുക്ക് വിമർശിക്കാം. കാര്യം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വിമർശിക്കാനുണ്ട്. പക്ഷെ എന്നും പറഞ്ഞിട്ട് പഴയ കാര്യങ്ങൾ കുത്തിക്കൊണ്ടുവന്ന് പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ ഇടയിലോട്ട് കൊണ്ടുവന്നിട്ടിട്ട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ഈ ആദ്യ ഭാര്യയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാവത്തുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പല പല പേഴ്സണൽ മാറ്റേഴ്സും പേഴ്സണൽ കാര്യങ്ങളും കാണും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് വീണ്ടും എടുത്തു വെച്ചിങ്ങനെ കുത്തി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇനി അടുത്ത കമൻറ്റ് ഞാൻ വായിക്കാം. പറയുന്ന കേട്ടാൽ തോന്നും എന്തോ വലിയ കാര്യമാണെന്ന്. ബോയ് ആയാലും ഗേൾ ആയാലും സ്വന്തം കാര്യമെങ്കിൽ നോക്കാൻ അറിയണം. ഇൻഡിപെൻഡൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഇതും പെടും. സത്യമല്ലേ? ഇതൊക്കെ ആ മറ്റേ ഫുഡ് ഉണ്ടാക്കാത്തതിൻ്റെ വിഷയമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റുകളാണ്. എന്തായാലും കൊള്ളാം. ഗ്ലാമികയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ക്യൂട്ട്നെസ് ഒക്കെ വാരി അങ്ങ് വിതറുവാണ്. ഒന്നേ പറയാനുള്ളൂ, നല്ല രീതിയിൽ ബോറാവുന്നുണ്ട്. അതുകൊണ്ട് ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയും കൂടെ വെറുപ്പിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്യുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഈ ഓവറായിട്ട് അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് നിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ കഴിവതും ഈ പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. അത് നിങ്ങളുടെയൊക്കെ ഇടയിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.